ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ആദ്യം ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ബോളിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ബോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ബോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഈ ബോളിന്റെ ടച്ചിങ് ഫോഴ്സസ്, അപ്പൊ നമുക്ക് 5 കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 5 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ ബോളിന്റെ ടച്ചിങ്. അപ്പൊ ഇവിടെ ഒരു ബോളിന്റെ ടച്ചിങ് പോയിന്റ് ബി എന്ന് ഇവിടെ എ എന്ന് മാർക്ക് ചെയ്യുന്ന വിചാരിക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ ഇവിടെ നിന്ന് ഒരു ടോയിൻ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഈ ബോളിന്. ഓക്കെ. അപ്പൊ ഇത് എ എന്ന് ഇത് ബി എന്ന് വിചാരിക്കുക നമുക്ക്. ഇത് ടച്ചിങ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടച്ചിങ് ഫോഴ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കുക എങ്ങനെയാന്ന് വെച്ചാൽ എവിടെയൊക്കെ ടച്ചിങ് ഫോഴ്സ് ഉണ്ടോ അവിടെയൊക്കെ റിയാക്ഷൻ ടുവേഴ്സ് സെന്റർ. അപ്പൊ ഇവിടെ രണ്ട് ബോളിന്റെ സർക്കംഫറൻസ് നോക്കുകയാണെങ്കിൽ 2 റിയാക്ഷൻസ് ഉണ്ട്. എന്താണ്? ആർ ബി ആൻഡ് ആർ എ രണ്ടെണ്ണം ടച്ച് ചെയ്തിട്ടുണ്ടോണ്ട് രണ്ടും റിയാക്ഷൻ ടുവേഴ്സ് സെന്ററിലോട്ട് പോകും. ഇത് ആർ ബി ആൻഡ് ആർ എ. ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത്തതിന്റെ വെയിറ്റ്. ഓക്കെ. വെയിറ്റ് എപ്പോഴും ആക്ട് ആണ്, എപ്പോഴും എന്താ ആക്ട് ആവും? താഴോട്ട് ആക്ട് ആവും. അപ്പൊ വെയിറ്റ് താഴോട്ട് ആക്ട് ആവും. അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഏത് ബോൾ റിയാക്ഷൻ വന്നാലും ഇത്രയും കാര്യങ്ങൾ ആദ്യം നോക്കണം. മൂന്നാമത് ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കുക, എ ബി ഒരു ടോയിന് വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ആവണേ അത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആക്ട് ആവും. ഇങ്ങനെ അതായത് സെന്ററിൽ നിന്ന് വെളിയിലോട്ട് ആക്ട് ആവും. എഫ് ഓഫ് എ ബി എന്നുള്ള ഒരു ഫോഴ്സ് വെളിയിലോട്ട് ആക്ട് ആവും. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ഇത്രയും കണ്ടുപിടിച്ച ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സിഗ്മ എച്ചും സിഗ്മ വിയും ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് അതിനുള്ള റിയാക്ഷൻസ് ആർ ബി ആൻഡ് ആർ എ ആൻഡ് എഫ് ഓഫ് എ ബി ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ റിയാക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നോക്കി, അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റിയാക്ഷൻ അറ്റ് ആർ സിയും എഫ് ഓഫ് എ ബി ആണ്. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ അവർ ചോദിച്ചേക്കണെന്ന് പറഞ്ഞാൽ ആർ സിയും കണ്ടുപിടിക്കണം, എഫ് ഓഫ് എ ബിയും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നോക്കുക, ആദ്യം നമ്മള് ഫോഴ്സ് നോക്കുക. എന്താ? ടച്ചിങ് ഫോഴ്സ്. അപ്പൊ ഈ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സി വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ സി ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആർ സി ആദ്യം എഴുതി. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആർ സി നമ്മൾ എഴുതി. ഓക്കെ. അതായത് ടച്ചിങ് ഫോഴ്സ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ആവും. ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തത്. വെയിറ്റ് നമുക്ക് അറിയത്തില്ല, ഓൺലൈൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ. എത്രയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ 100 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡബ്ല്യു ഈക്വൽ ഇവിടെ എത്ര? 100 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അടുത്ത മൂന്നാമത് എന്താണ്? എഫ് ഓഫ് എ ബി. എഫ് ഓഫ് എ ബി തന്നിട്ടുണ്ട്. എത്രയാണ്? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സിന്റെ ആംഗിൾ തന്നിട്ടില്ല. അപ്പൊ അതിന് വരെ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മൂന്നാമത്തത് അതിന്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു. നാലാമത് എന്താണ്? സിഗ്മ എച്ച് സിഗ്മ വിയും കണ്ടുപിടിക്കുക. ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഇവിടുത്തെ തീറ്റ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അവർ ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഒരു 20 ആണ്, ഇവിടെ ഒരു 10 ആണെന്ന് ക്വസ്റ്റ്യന് ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് 90 ഡിഗ്രി ആണ്. ഇത് ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും, ശരിയല്ലേ? ഇത് അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. അപ്പൊ എന്താണ്? കോസ് തീറ്റ ഈക്വൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അതായത് കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 10/20. അപ്പൊ അത് തീറ്റ ഈക്വൽ എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കിട്ടും. അപ്പൊ അതിൽ നിന്ന് തീറ്റ കിട്ടും. ആ തീറ്റ എടുത്ത് ഇവിടെ എഴുതുക. ഇതിനെന്ത് ചെയ്യുക? ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സിഗ്മ എച്ച് സിഗ്മ വി ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ സിഗ്മ എച്ച് സിഗ്മ വി എങ്ങനെ എഴുതാം? സിഗ്മ എച്ച് എഴുതാൻ സിഗ്മ എച്ചും സിഗ്മ വിയും എഴുതാം. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സി എഴുതാം, പോസിറ്റീവ് ഡയറക്ഷനിൽ. ഈ ആർ സി പോസിറ്റീവിലോട്ടാണ്. അതേപോലെ മൈനസ് എഫ് ഓഫ് എ ബി. ഇത് രണ്ട് രീതിയിൽ എഴുതാം. എന്താണ്? മൈനസ് എഫ് ഓഫ് എ ബി കോസ് തീറ്റയും ഇത് എഫ് ഓഫ് എ ബി സൈൻ തീറ്റയും. അപ്പൊ ഇതെന്താണ്? മൈനസ് എഫ് ഓഫ് എ ബി കോസ് 30. ഓക്കെ. ഈക്വൽ ടു 0. സിമിലർലി സിഗ്മ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഡബ്ല്യു -100 പ്ലസ് എഫ് ഓഫ് എ ബി സൈൻ 30. എഫ് ഓഫ് എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ തീറ്റ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ തീറ്റ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എ ബി കിട്ടും, ശരിയല്ലേ? അതിൽ അൺനോൺ എഫ് ഓഫ് എ ബി മാരേ ഉള്ളൂ. ഈ എഫ് ഓഫ് എ ബിയുടെ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ സി കിട്ടും. അപ്പൊ നമുക്ക് ആർ സിയും കിട്ടി, എഫ് ഓഫ് എ ബിയും കിട്ടി. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ?